അമ്പലപ്പുഴ കരൂരിൽ മധ്യവയസ്കയെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട വിജയലക്ഷ്മിയുടെ തലയ്ക്ക് പിന്നിൽ 12ഓളം വെട്ടുകളേറ്റിരുന്നു. പ്ലെയറിന് തലയ്ക്കടിയേറ്റ് ബോധമില്ലാതെ കിടന്ന വിജയലക്ഷ്മിയെ വെട്ടുകത്തി ഉപയോഗിച്ച് പ്രതി ജയചന്ദ്രൻ നിരവധി തവണ വെട്ടി. അടിയേറ്റ് വീണുകിടന്നിട്ടും അവരോട് പകയാണ് തോന്നിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ആദ്യഘട്ടം മുതൽ പോലീസിനെ അന്വേഷണത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കരൂരിലെ വീട്ടുവളപ്പിൽ നിന്ന് വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തും വരെയും എല്ലാവരുടെയും ധാരണ വിജയലക്ഷ്മി കൊല്ലപ്പെട്ടത് പ്ലെയർ കൊണ്ട് തലക്കടിയേറ്റെന്നാണ്. ഇൻക്വസ്റ്റ് നടത്തുമ്പോഴാണ് തലയ്ക്കു പിന്നിലെ ആഴമേറിയ മുറിവുകൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർ ചോദ്യം ചെയ്യൽ വാക്കത്തി ഉപയോഗിച്ച് വെട്ടിയാണ് കൊന്നതെന്ന് ജയചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചു. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങൾ. മരണത്തിന് മുൻപും ശേഷവുമായി 12ഓളം വെട്ടുകൾ. പ്ലെയറിനടിയേറ്റ് ബോധരഹിതയായി കിടക്കുമ്പോഴും കൊല്ലണമെന്നാണ് തോന്നിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. മരണമുറപ്പിക്കാൻ വാക്കത്തി ഉപയോഗിച്ച് വീണ്ടും വീണ്ടും വെട്ടുകയായിരുന്നു. ടെറസിൽ നിന്ന് കയറെടുത്തുകൊണ്ടുവന്ന് കഴുത്തിൽ കെട്ടി മുറ്റത്തുകൂടി വലിച്ചിഴച്ചുകൊണ്ടുപോയി. മൂടാനുള്ള കുഴിയിലേക്ക് മൃതദേഹം മാറ്റിയപ്പോൾ തല ഉയർന്നിരുന്നതിനാൽ വീണ്ടും കഴുത്തിൽ വെട്ടി. വെട്ടേറ്റ് തലയോട്ടി തകർന്നിരുന്നു. തലയിലെ മുറിവുകളല്ലാതെ ശരീരത്തിൽ മറ്റൊരിടത്ത് മാത്രമാണ് മുറിവുണ്ടായിരുന്നത്. മറ്റൊരു കാമുകനായ സുധീഷിന് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം വിജയലക്ഷ്മി പ്രകടിപ്പിച്ചതോടെയാണ് ജയചന്ദ്രന് പകയുണ്ടായത്. ഇതിനു മുൻപ് സുധീഷ് വിജയലക്ഷ്മിയുടെ അറിവോടെ ജയചന്ദ്രനെ മർദ്ദിച്ചിരുന്നു. ഒരിക്കൽ പ്രതി കൊല്ലത്തെ വീട്ടിലെത്തി വിജയലക്ഷ്മിയുടെ ഇരുചക്ര വാഹനത്തിന് തീയിട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. സുധീഷിനെ സ്വന്തമാക്കാനായി മലയാളപ്പുഴയിൽ പോയി വഴിപാടുകൾ ചെയ്യാൻ കൂടെ ചെല്ലണമെന്ന് വിജയലക്ഷ്മി ജയചന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കിയിൽ നിന്നും വിവാഹമോചിതയായി നാട്ടിലെത്തിയ വിജയലക്ഷ്മി കൊല്ലത്ത് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ന്യൂസ് 18 ആലപ്പുഴ.